24 കൗണ്ടിംഗ് ഡേ മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ. അത്യുഷ്ണത്തിൽ പരിശീലനത്തിനിടെ ഡൽഹിയിൽ മലയാളി പോലീസുകാരൻ മരിച്ച കാര്യം ഞാൻ പറഞ്ഞു. SI കെ ബിനീഷാണ് മരിച്ചത്. ഡൽഹിയിലാണ് ഈ സംഭവം. രാധാകൃഷ്ണൻ വിശദാംശങ്ങൾ നൽകും. പറയൂ രാധാകൃഷ്ണൻ. എസ്കെൻ, ഇന്ന് നമ്മൾ രാവിലെ സംസാരിച്ചതുപോലെ ഇന്നലെ ഡൽഹിയിൽ ഉണ്ടായ ചൂട് അത് വലിയ നിലയിലായിരുന്നു. ഏതാണ്ട് 50 ഡിഗ്രിയോടടുത്ത് 49.9 ഡിഗ്രി വരെ ഡൽഹിയിലെ പല മേഖലകളിലും ചൂടുണ്ടായി. അത്തരത്തിലുള്ള ചൂട് അനുഭവപ്പെട്ട ഒരു മേഖലയാണ് വസീറാബാദ്. വസീറാബാദിലാണ് പോലീസ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉള്ളത്. ASI ആയിരുന്നു കെ ബിനീഷ്. അദ്ദേഹം വടകര സ്വദേശിയാണ്. അദ്ദേഹം പരിശീലനത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവിടെ എത്തിയിരുന്നത്. ഈ പരിശീലനം കടുത്ത ചൂടിൽ നടത്തിയ പരിശീലനമാണ് ഈ ആരോഗ്യ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത്. അദ്ദേഹം കുഴഞ്ഞു വീഴുകയായിരുന്നു. ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ഒരുപക്ഷെ അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി തന്നെ ജീവൻ നഷ്ടമായി എന്നാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. ബാലാജി ആശുപത്രിയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉള്ളത്. ഡൽഹിയെ സംബന്ധിച്ചും ഡൽഹിയിലെ പോലീസുകാർക്കിടയിലും മലയാളികളായിട്ടുള്ള നിരവധി ആളുകളാണ് ഈ പോലീസ് സേനയുടെ കൃത്യം നിർവഹിച്ച് വരുന്നത്. പലരും ഏറ്റവും നല്ല വിധത്തിൽ, പ്രത്യേകിച്ച് നല്ല റാങ്കുകളിലൊക്കെ ഇരിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ ഡൽഹി പോലീസിൽ മലയാളികളായിട്ടുണ്ട്. അതിൽ ഒരാളാണ് കെ ബിനീഷ്. ബിനീഷിന് ഈ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് അവിടെ എത്തുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ സാധാരണഗതിയിൽ ഈ ചൂട് ഇങ്ങനെ വർദ്ധിക്കുമ്പോൾ നമുക്ക് നിലവിലുള്ള നിയമം അനുസരിച്ച് 50 ഡിഗ്രിക്ക് മുകളിൽ പോയാൽ അവർക്ക് ഡ്യൂട്ടി അവധിയും മറ്റു കാര്യങ്ങളും ഒക്കെ നൽകണമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ 50-ന് മുകളിൽ പോയാലും ഔദ്യോഗികമായിട്ട് അത് സമ്മതിക്കുന്ന ഒരു പതിവ് ഇങ്ങനെയുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല. ഡൽഹിയിലും ആ പതിവ് തന്നെയാണ് ഇപ്പോഴും നടന്നു വരുന്നത്. 49.9 അതിനപ്പുറത്തേക്ക് ചൂടുണ്ടെങ്കിൽ പോലും അത് അംഗീകരിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. ഇതാണ് ഈ ബിനീഷിൻ്റെ ജീവൻ എടുത്തതിനും കാരണമായി മാറിയത്. അദ്ദേഹം ഉൾപ്പെട്ട പോലീസുകാർക്ക് ഈ ട്രെയിനിങ്ങിൽ നിന്നും ഈ കടുത്ത ചൂടിലും ഒഴിവ് നൽകാത്തൊരു സാഹചര്യമാണ് ഉണ്ടായത്. 50 ഡിഗ്രിയോളം വരുന്ന ചൂടിൽ നമുക്ക് വെയിലത്ത് നിന്നാൽ എന്തൊക്കെയാണ് പ്രയാസങ്ങൾ ഉണ്ടാകുന്നതെന്ന് ഒരുപക്ഷെ അത് അനുഭവിച്ചു കഴിയുമ്പോൾ നമുക്ക് സഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളാകും മണിക്കൂറുകളൊക്കെ ഇങ്ങനെ നിൽക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്നത്. അങ്ങനെ സംഭവിച്ച ഒരു മരണമാണ് ബിനീഷിൻ്റെത്. ഏതായാലും വളരെ നിർഭാഗ്യകരമായിട്ടുള്ള ഒരു സംഭവം ആണ് ഉണ്ടായിരിക്കുന്നത്. മലയാളികൾക്കിടയിൽ വലിയ വിഷമമുണ്ടാക്കുന്ന, ഡൽഹിയിലെ മലയാളികൾക്കിടയിൽ വലിയ വിഷമമുണ്ടാക്കുന്ന ഒരു സംഭവമായി ഇത് മാറുകയും ചെയ്തിരിക്കുന്നു. നിരവധി മലയാളികളായിട്ടുള്ള പോലീസുകാരെ നമ്മൾ ഇതിനകം ബന്ധപ്പെട്ട് കഴിഞ്ഞു. പലരും ഈ ഒരു വാർത്തയോട് ഒരുപക്ഷെ വളരെ വൈകാരികമായിട്ടാണ് അവരുടെ പ്രതികരണം അറിയിച്ചത്. കാരണം ഒരു വിധത്തിലുള്ള ഇളവും നൽകുന്നില്ല എന്നുള്ളതല്ല. രാധാകൃഷ്ണൻ, യഥാർത്ഥ 50 ഡിഗ്രി സെൽഷ്യസിൽ ട്രെയിനിങ് പരേഡിലൊക്കെ അറ്റൻഡ് ചെയ്യുക സങ്കടകരമായ കാര്യമാണ്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.